ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ചാനലിൽ ഈ യാത്ര വരും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയായിരിക്കും ഇത്. കാരണം നമ്മൾ കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. 941 പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള രുചികളുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് വേറൊന്നുമല്ല, വില്ലേജ് കുക്കറി എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയായിട്ടാണ്. വില്ലേജ് കുക്കറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വില്ലേജ് ഫുഡും വില്ലേജ് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒന്നും മടിക്കണ്ട, കൂടെ ഇങ്ങനെ വന്നോളീം. നമ്മള് ഇന്നിപ്പോ ആദ്യം പോകുന്നത് എവിടെയാന്ന് നോക്കാം. പല പല രുചി അറിയാം വില്ലേജ് കുക്കറി, രുചിയുടെ രസക്കൂട്ടുകൾ വില്ലേജ് കുക്കറി. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് കടമക്കുടി പഞ്ചായത്ത്. കടമക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കടമക്കുടി പഞ്ചായത്ത് വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ പോകുന്നത്. ഈ രണ്ട് സൈഡും കായലും ഒക്കെ ആയിട്ടുള്ള ഒരു ആളുകൾക്കൊക്കെ വന്ന് ഇരിക്കാനും ഒക്കെ വളരെ സൗന്ദര്യമുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ ദേശാടന കിളികളൊക്കെ വരുന്നൊരു സ്ഥലം കൂടെയാണ് ഈ കടമക്കുടി പഞ്ചായത്ത്, നമ്മളീ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന വിഭവം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ മീൻ തിളപ്പിക്കൽ എന്നാണ് പറയുന്നത്. അപ്പം മീൻ തിളപ്പിക്കലിൻ്റെ ഒരു മത്സരമാണ് നമ്മൾ അവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ആളുകളെ അവിടെ പോയി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം മീൻ മേടിക്കണം. മീൻ മേടിക്കാനായിട്ട് നമ്മൾ എത്തിയത് പോകുന്ന വഴിക്ക് തന്നെയാണ് വരാപ്പുഴ മാർക്കറ്റ്. വരാപ്പുഴ മാർക്കറ്റിൽ വളരെ നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്ന സ്ഥലം കേട്ടോ വരാപ്പുഴ മാർക്കറ്റ്. വരാപ്പുഴ മാർക്കറ്റിൽ കയറി അവിടെ മീനൊക്കെ അനങ്ങുന്നുണ്ട്, നല്ല ജീവനുള്ള പിടയ്ക്കണ മീൻ. ഇവിടെ കായൽ മത്സ്യങ്ങളും പുഴമീനും കടൽ മത്സ്യവും എല്ലാം ഇവിടെ ഈ മാർക്കറ്റിൽ കിട്ടും. അതൊക്കെ മേടിച്ചു അവിടെ തന്നെ നന്നാക്കി ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ അതുമായിട്ട് നമ്മളിതാ നേരെ പോവുകയാണ് കടമക്കുടിയിലേക്ക്. അങ്ങനെ നമ്മൾ കടമക്കുടി എത്തി. ഇതാ കണ്ടല്ലേ, നല്ല രസമായിട്ടുള്ള സ്ഥലം. ഈവനിങ്ങിലാണ് ഇവിടെ ഒരു വൈബ്. ഈവനിങ് ആളുകളൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പം നമുക്ക് വേണ്ടി കുക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള നേരത്തെ സംസാരിച്ച് വെച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പിൻ്റെ ആളുകളാണ്. അത് അവരൊക്കെ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ കണ്ട് സംസാരിച്ചു. എന്നിട്ട് അവരുടെ അടുത്ത് ലൊക്കേഷനും ടൈമും ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ഈ നമ്മുടെ കുക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള സ്ഥലത്തെത്തി. അവിടെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതായത് 3 ഗ്യാസ് കുറ്റി, 3 സ്റ്റൗവ്, 3 മേശ, പിന്നെ പാത്രങ്ങൾ, ചട്ടി, മൺചട്ടി, മീൻ വെക്കാനുള്ള മൺചട്ടി, ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച് എല്ലാ സാധനങ്ങളും കൂടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ശരത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതെല്ലാം ഇറക്കി ഇവിടെ വെച്ച് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഇത്തിരി സമയമെടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ചേച്ചിമാരും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ വില്ലേജ് കുക്കറായിട്ട് ഇറങ്ങിയിരിക്കുക. ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കടമക്കുടിയിലേക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ കുറേ ആളുകളെ കണ്ടു, സംസാരിച്ചു. നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന വിഭവം ഏതാണെന്ന് അന്വേഷിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തിളപ്പിക്കലാണ്. മീൻ തിളപ്പിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ആരെങ്കിലും ഒരാൾ വന്ന് അല്ല കുക്ക് ചെയ്യുന്നത്. നമുക്ക് 3 വാർഡിലെ കുടുംബശ്രീയിലെ, അതായത് തൊഴിലുറപ്പ് പ്രവർത്തകരാണ് നമുക്ക് 3 വാർഡിലെ ആളുകളെ കിട്ടിയിട്ടുണ്ട്. അവർ 3 ഒരേ വിഭവം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കരിമീൻ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള കരിമീനും അതിൻ്റെ ഇൻഗ്രീഡിയൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നല്ല ഒരു ഇവിടുത്തെ കടമക്കുടിയുടെ ടേസ്റ്റിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. അപ്പോൾ അതാണ് നമ്മുടെ ടീമുകളെല്ലാം സെറ്റാണ്. അവിടെ 3 പേരുണ്ട്. 3 വാർഡിലെ 3 ടീമുകളാണ് റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക്
നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. കമാൺ. പല പല രുചി അറിയാം വില്ലേജ് കുക്കറി. രുചിയുടെ രസക്കൂട്ടുകൾ വില്ലേജ് കുക്കറി. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ എത്തിക്കഴിഞ്ഞു. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവരെല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ മത്സരം തുടങ്ങാൻ പോകുന്നത്. കടമക്കുടി പഞ്ചായത്തിലെ 1-ാം വാർഡ്, 13-ാം വാർഡ്, 2-ാം വാർഡ്, ഈ 3 വാർഡുകളിലെ നല്ല കുക്കിംഗ് ഒക്കെ അറിയുന്ന ചേച്ചിമാരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കരിമീനാണ് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തരുടെ രീതിയിലായിരിക്കും കരിമീൻ കുക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് മീൻ തിളപ്പിക്കൽ എന്നല്ലേ? തിളപ്പിക്കൽ എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാനിവിടെ ചോദിച്ച സമയത്ത്. അതല്ലേ, എങ്ങനെയാ ഇത് ചേച്ചി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ? ആദ്യം വെളിച്ചെണ്ണ ചട്ടി ഗ്യാസ് അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു, ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ പൊടി ഐറ്റംസുകളൊക്കെ ഇട്ട്. പൊടി ഐറ്റംസ് എല്ലാം ഉപയോഗിക്കുമോ? അതായത് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഉപയോഗിക്കും. പിന്നെ കുടപ്പുളി ഒഴിച്ച് ഇതാക്കി പറ്റിച്ച്. അപ്പോൾ പണി തുടങ്ങി. അന്ന് പിന്നെ നടക്കട്ടെ. നമുക്കിനി 13-ാം വാർഡിലെ ചേച്ചി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. തുടങ്ങി ഇവിടെ പണി കഴിഞ്ഞ് ഇതപ്പോൾ തീരാറായി. ഇത് നോക്കിക്കോ, വേണ്ട, ഇത് വേറെ ലെവലാണ്. ഇത് ഞാൻ പച്ചമുളക്, ഇഞ്ചി, തക്കാളി, തേങ്ങാപ്പാലാണ് എൻ്റെ തിളപ്പിക്കല്. തേങ്ങാപ്പാൽ വെച്ചാണ് തിളപ്പിക്കുന്നത്. 3 പേരും വെറൈറ്റി രീതിയിലാണ് തിളപ്പിക്കുന്നത്. പൊടികൾ ഐറ്റം എല്ലാം ഉപയോഗിക്കും. ഇതിൽ കുടംപുളി ഉപയോഗിക്കുമോ? ഇല്ല. ഇതും മീൻ തിളപ്പിക്കൽ തന്നെയാണ്. തേങ്ങാപ്പാൽ. ഓക്കെ, അപ്പൊ പരിപാടി നടക്കട്ടെ. ഒരു 2-ാം വാർഡല്ലേ? അതില് ആദ്യം ഞങ്ങൾ ഉള്ളി ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് ഈ വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം ഒരുമിച്ചിടും. എല്ലാം കൂടി ഒരുമിച്ചിട്ട് പിന്നെ വഴറ്റി കഴിയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയും കൂടി നനച്ചിട്ട് അതിലോട്ടിട്ട് പുളിയിട്ടിട്ട് മീൻ തിളപ്പിക്കും. അത്രേ ഉള്ളൂ. സംഭവം വേറെ ലെവലായിരിക്കും തിളപ്പിച്ച് വരുമ്പോ അല്ലേ? പല പല രുചി അറിയാം വില്ലേജ് കുക്കറി. രുചിയുടെ രസക്കൂട്ടുകൾ വില്ലേജ് കുക്കറി. പുളി ഇടണം. ഒന്നും മൂപ്പ് തന്നെ. എന്നിട്ട് പുളി ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീനെടുത്ത് വെക്കുക. പേര് പറഞ്ഞില്ലല്ലോ. മിനി, മിനി, ശ്രീജ, സിന്ധു, വിൽപ്പന. നല്ല രസമായിട്ട് വിഷ്വലി ഭയങ്കര രസമുണ്ട് കാണാൻ. നല്ല ടേസ്റ്റ് ഉറപ്പായിട്ട് അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ചേച്ചി പേര് പറയോ? എൽസി. എൽസി. രാധ. ഫിലോമിന. ഫിലോമിന ചേച്ചിയാണ് നമ്മുടെ മെയിൻ ടീമാണ് കേട്ടോ. റിൻഡ. ആനി ജോഷി. നിഷ. ഷീജ. മായ. വന്ന് മീൻ വന്ന് ചട്ടിയിൽ മീൻ വന്ന്. ഏത് വാർഡ്? ഒന്നാം വാർഡ്. രാജി ഒന്നാം വാർഡ്. ബിന്ദു ഒന്നാം വാർഡ്. ഇനി ഇവിടെ ഒന്നാം വാർഡാ. ഇവിടെ എല്ലാവരും ഒന്നാം വാർഡുകാരാ. ഇനി പേര് മാത്രം പറഞ്ഞാൽ രഞ്ജിത. ബീന. ഷൈനി. മഹിള. എൻ്റെ പേര് പ്രവത. പ്രഭത ചേച്ചിയാണ് ഇവിടുത്തെ ഇതിന്റെ റെസിപ്പി. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് അല്ലേ? പേര് സുമ. ജയ. നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടിരുന്നു ഈ പരിപാടി പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത്. അത് തന്നെ. അപ്പോൾ 3 ടീമിൻ്റെയും മീന് അടുപ്പിൽ കയറി കഴിഞ്ഞ് ഇനി വെന്താൽ മതി. ഒരു 2 മിനിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനകത്ത് മീൻ കറി സെറ്റാണ്. നമ്മുടെ കടമക്കുടിയിലെ സ്പെഷ്യൽ മീൻ തിളപ്പിക്കൽ. 3 തരത്തിലാണ് 3 ടീമുകൾ. 3 വാർഡിലുള്ള കുടുംബശ്രീയുടെയും മറ്റേ തൊഴിലുറപ്പിൻ്റെയും പ്രവർത്തകരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് കുക്ക് ചെയ്യാൻ വന്നത്. പക്ഷേ 3 പേരും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കരിമീൻ. നമ്മൾ ഒരേ വിഭവം തന്നെയാണ് എല്ലാവർക്കും കൊടുത്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളിലാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പല പല രുചിയറിയാം വില്ലേജ് കറി. രുചിയുടെ രസക്കൂട്ടുകൾ വില്ലേജ് കുക്കറി. കടമക്കുടി സ്പെഷ്യൽ മീൻ തിളപ്പിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. ഒരേ ഐറ്റംസ് കൊണ്ട് 3 സ്പെഷ്യൽ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് 3 ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേറെ ആളുകളൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഗസ്റ്റും അവതാരകനും സംവിധായകനും കഴിക്കലും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. ശരിക്കും ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, കൈ കൊണ്ട് പിച്ചി എല്ലാം അല്ലേ? എല്ലാത്തിനും എല്ലാത്തിൻ്റെയും കിട്ടും. നമ്മൾ എല്ലാത്തിൻ്റെയും എടുക്കും. കപ്പയും കൂടെ വേണമായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ മീൻ കറി. സത്യമായിട്ട് പറയാം, സാധാരണ ഞാൻ മീൻ കഴിക്കാറില്ല, അതുകൊണ്ടായിരിക്കും. ഇനി അടുത്ത വെറൈറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. പല പല രുചിയറിയാം വില്ലേജ് കറി. രുചിയുടെ രസക്കൂട്ടുകൾ വില്ലേജ് കുക്കറി. അങ്ങനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ടേസ്റ്റ് ചെയ്യുമ്പോഴേക്ക് മഴ തുടങ്ങിയേട്ടാ. മഴ നന്നായിട്ട് ചാറുന്നുണ്ട്. പക്ഷേ അതൊന്നൊരു വിഷയമല്ല. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഫുഡ് എടുത്തിട്ട് നമ്മൾ കയറി ഇരുന്ന് നമ്മൾ കഴിച്ച്. അടിപൊളിയായിട്ടുണ്ട് രണ്ടാമത്തെ മീൻകറി. ഇതിൽ നല്ല തക്കാളിയുടെ പുളിയും എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പല പല രുചിയറിയാം വില്ലേജ് കറി. രുചിയുടെ രസക്കൂട്ടുകൾ വില്ലേജ് കുക്കറി. അപ്പോൾ എന്തായാലും 3 മീൻകറി ഞാൻ ടേസ്റ്റ് ചെയ്തു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു 3നും. പിന്നെ ഒരു കാര്യം കൂടെ അടുത്ത തവണ കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാറുണ്ട്. വേറൊന്നുമല്ല, ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടമാണല്ലോ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ സമ്മാനം കിട്ടുന്നത് ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ അടുത്ത തവണ കൊണ്ട് ഒരു സമ്മാനം കൂടെ ആഡ് ചെയ്യണം. പിന്നെ വേറെ ചെറിയ കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. 3 മീൻകറും വെറൈറ്റി, എല്ലാം
വേറെ വേറെ ടേസ്റ്റാണ്. മൂന്നിനും ഒരേപോലെ അല്ല, 3 മീനും വേറെ വേറെ ടേസ്റ്റ്. ഒരേ മീനാണ്, പക്ഷെ വേറെ വേറെ ടേസ്റ്റാണ്. എന്തായാലും കടമക്കുടിയിലെ സ്പെഷ്യൽ മീൻ തിളപ്പിക്കൽ 3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കി തന്ന ഈ ചേച്ചിമാർക്കെല്ലാം ഗംഭീരമായിട്ടുള്ളൊരു നന്ദി പറയാം. അപ്പം അങ്ങനെ കടമക്കുടി മീൻ തിളപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു അടുത്തൊരു സ്പോട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്പോട്ടിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡുമായിട്ട് നല്ലൊരു ഗ്രാമവും നല്ലൊരു വില്ലേജും നല്ല പുതിയ ഫുഡുമായിട്ട് കാണുന്നത് വരേക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ബൈ.